നമസ്കാരം. നിങ്ങളിപ്പോൾ കരുതുന്നുണ്ടാവും ഇതെന്താണ് ഇന്ന് ചിഹ്നമില്ലാതെ, അല്ലെങ്കിൽ വിശേഷങ്ങളില്ലാതെ, അല്ലെങ്കിൽ യാത്രകളില്ലാതെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വന്ന് മുന്നിലിരിക്കുന്നതെന്ന്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ, തുടങ്ങിയ സമയമല്ല സത്യം പറഞ്ഞാൽ, ആദ്യം നമുക്ക് 1,00,000 കുടുംബമായ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല, ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ 1,00,000 കുടുംബമായ സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, എന്നും ഈ കുഞ്ഞു കുഞ്ഞു കഥകൾ പറയാതെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രസകരമായ വേറെ എന്തെനിക്ക് കാണിച്ചു തരാൻ പറ്റും, ഇല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചായിരുന്നു. നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ അന്ന് സംസാരിച്ചായിരുന്നു അതിനെപ്പറ്റി. അന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വലിയ ധാരണയില്ല. ഞാൻ കുറച്ചാൾ കരുതി കുറച്ച് വലിയ വലിയ കഥകൾ നിങ്ങളോട് പറയാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്ളോഗുകളാക്കി നിങ്ങളടുത്ത് പറയാം. അങ്ങനെ പല ചിന്തകളും മനസ്സിലൂടെ ഓടി ഇങ്ങനെ നടക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. അങ്ങനെ ഈ 2026 തുടങ്ങുന്ന ഈ പുതുവത്സരത്തിൽ ആ കാര്യത്തിൽ ഞാനൊരു തീരുമാനത്തിലെത്തി. ആ തീരുമാനം എന്താണെന്നല്ലേ, നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സെഗ്മെൻറ്റ് ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ കഥകൾ തന്നെയാണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ ചെറിയൊരു മാറ്റം വരുത്തി കഥകൾ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. പക്ഷേ ഇത്തവണത്തെ കഥകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് എൻ്റെ കഥകളല്ല. അപ്പോൾ ഈ സെഗ്മെൻ്റ് പേര് പറഞ്ഞു കേട്ട കഥകൾ എന്നാണ്. അപ്പോൾ വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് പറഞ്ഞു കേട്ട കഥകൾ ബൈ രാഹുൽ രാമചന്ദ്രൻ. അപ്പോൾ ഈ പറഞ്ഞു കേട്ട കഥകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, കുഞ്ഞുനാൾ മുതൽ ഇപ്പം എനിക്കിത് 30 വയസ്സാകുന്നു. 30 വയസ്സിനകം ഞാൻ കേട്ട രസകരമായ പലരുടെയും കഥകൾ. അതിൽ അച്ഛൻ്റെ ഉണ്ടാവാം, അമ്മയുടേതുണ്ടാകാം, സുഹൃത്തുക്കളുടേതുണ്ടാകാം, എന്തിനൊരു ബസ് യാത്ര നടത്തിയപ്പോൾ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു തന്ന കഥകളാകാം. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രസകരമായി എന്ന് തോന്നിയത്, അത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കും അത് രസകരമാകും എന്ന് തോന്നുന്നത്, അങ്ങനത്തെ കുറച്ച് കഥകളും ഒരു കൂട്ടം കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സെഗ്മെൻറ്റിലൂടെ വരാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേട്ട് അത് രസകരമായി നിങ്ങൾക്ക് തോന്നിയ, അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ബാക്കി ജനങ്ങളും ആ കഥകൾ കേട്ട് രസിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയ കഥകൾ നിങ്ങൾക്ക് എൻ്റെ മെയിലായിട്ട് അയച്ചു തരാം. ആ കഥകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കഥയിലേക്ക് കിടക്കാം. എല്ലാ തവണയും എൻ്റെ കുഞ്ഞു കഥകൾ പറയും പോലെ തന്നെ പറഞ്ഞു തുടങ്ങട്ടെ. ഇന്നത്തേത് അച്ഛൻ പറഞ്ഞു തന്നൊരു കഥയാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കഥകൾ കേട്ട് തുടങ്ങുന്നത് ഒന്നിൽ അച്ഛനിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ അമ്മയിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ അപ്പൂപ്പന്മാരിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ അമ്മൂമ്മമാരിൽ നിന്നായിരിക്കും. എനിക്കെന്തോ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞു തന്ന കഥകളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നായിരുന്നു ഒരാഗ്രഹം. കാരണം അച്ഛൻ നല്ല രീതിയിൽ കഥകൾ പറഞ്ഞിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു തന്ന കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഏറ്റവും രസകരമായുള്ള എൻ്റെ മുഹൂർത്തങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും രസകരമായുള്ള സമയമെന്ന് പറയുന്നത് അച്ഛനുമൊത്ത് വൈകുന്നേരം നടക്കാൻ ഇറങ്ങുന്നതാണ്. എൻ്റെ വീട്, ഞാൻ പല കഥകളിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട് വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഏകദേശം കഷ്ടി 1 കിലോമീറ്റർ അടുത്തായിട്ടാണ്. പടിഞ്ഞാറേ നടയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് ട്യൂഷനും എല്ലാം കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങും. ഞാനിപ്പോൾ ഈ പറയുന്ന കഥ നടന്നത് ഏകദേശം ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് സമയത്താണ്. അപ്പോൾ അച്ഛനുമൊത്ത് ഇങ്ങനെ വൈകുന്നേരം നടക്കാൻ ഇറങ്ങും. അന്നത്തെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് പപ്പനാവനും അറിയത്തില്ല, ഞങ്ങൾക്കും അറിയത്തില്ല പപ്പനാവൻ ഇത്രയും സമ്പന്നനാണെന്നുള്ള കാര്യം. കാരണം അന്ന് ഈ നിലവറകളോ സ്വർണ്ണമോ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ഇത്രത്തോളം സെക്യൂരിറ്റിയും ഇല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ചുറ്റുപാടും. അപ്പോൾ നമുക്ക് പടിഞ്ഞാറക്കോട്ട വഴി കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ചെറിയ ഇടവഴികളിലൂടെ, അതായത് ക്ഷേത്രവുമായി ചേർന്ന് കിടക്കുന്ന ചില ഇടവഴികളിലൂടെ, ഞങ്ങളുടെ നാട്ടിൽ അതിനെ മുടുക്കെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ മുടുക്കുകളിലൂടെ നമുക്ക് നടന്ന് പത്മനാഭൻ്റെ 4 വശത്തും നമുക്ക് പോകാൻ പറ്റും. കിഴക്കിലും പടിഞ്ഞാറ്റിലും വടക്കിലും തെക്കിലും എല്ലാം നമുക്ക് ഈ ചെറിയ ചെറിയ ഇടവഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇന്നതില്ല, ഇന്ന് സെക്യൂരിറ്റി കാരണം അതെല്ലാം ബ്ലോക്ക്ഡാണ് ആ വഴികളൊക്കെ. അപ്പോൾ അച്ഛനൊത്ത് പടിഞ്ഞാറക്കോട്ടയിലെ ഈ ചെറിയ വഴിയിലൂടെ നടന്ന് കിഴക്കേ കോട്ടയിലെത്തി. കിഴക്കേ കോട്ടയിൽ നിന്ന് കുറച്ച് കപ്പലിൻ്റെയും വഴി കാണുന്ന ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ച് തന്ന് എന്നെയും കൊണ്ട് അച്ഛൻ കിഴക്കേ കോട്ട വഴി നടന്ന് വടക്കിലോട്ട് വരികയും വടക്കിൽ നിന്ന് കറങ്ങി വീണ്ടും തെക്ക് വഴി തിരിച്ച് പടിഞ്ഞാറക്കോട്ട വഴി തിരിച്ച് വീട്ടിലോട്ട് പോകും. ഇതായിരുന്നു അന്നത്തെ ഒരു റൊട്ടീൻ. അപ്പോൾ എല്ലാ ദിവസവും ഈ കിഴക്കേ കോട്ട വഴി പോകുമ്പോൾ, കിഴക്കേ നടയാണ് ഭഗവാന്റെ ഏറ്റവും പ്രധാന നട. തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവരെല്ലാവരും കിഴക്കേ നട കണ്ടിട്ടുണ്ടാവും, കിഴക്കേ നടയുടെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കിഴക്കേ നടയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, ഈ കപ്പൽ ടീ വാങ്ങിച്ച് കുറച്ച് ഞാൻ അച്ഛൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ, എന്നെ എന്നും ആകർഷിച്ചിരുന്നത് അവിടെയുള്ളൊരു ബോർഡാണ്. ബോർഡെന്ന് പറയുന്നത്, ഈ പത്മനാഭൻ്റെ കിഴക്കേ നടയുടെ മുകളിലേക്ക് നടക്കുമ്പോൾ, അതായത് നട കഴിഞ്ഞ് കുറച്ച് മുകളിലോട്ട് നടക്കുന്ന സമയത്ത് വലതുവശത്ത് നിങ്ങൾക്കൊരു ബാറ് കാണാൻ പറ്റും. ബാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ബാറ് കാണാൻ പറ്റും. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിരുന്നത് ആ ബാറിൻ്റെ മുന്നിലുള്ള ഒരു കുഞ്ഞു ബോർഡായിരുന്നു. രാത്രികാലങ്ങളിൽ ചുവന്ന ലൈറ്റ് കൊണ്ട് വളരെ രസകരമായിട്ട് മിന്നി കത്തിക്കൊണ്ടിരുന്ന ആ ബോർഡിൽ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, ചിൽഡ് ബിയർ. പക്ഷേ ഒരു കുട്ടിയായിരുന്ന എനിക്ക് അതെന്നും ചൈൽഡ് ബിയർ എന്നായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. ചൈൽഡ് ബിയർ എന്ന് നോക്കുമ്പം വളരെ രസകരമായി തിളങ്ങി കത്തുന്ന ചൈൽഡ് ബിയർ.
അപ്പോൾ അച്ഛനോട് എന്ന് ഞാൻ പറയാം, അച്ഛൻ എനിക്കൊരു ചൈൽഡ് ബിയർ മേടിച്ചു തരാമോ? അപ്പോൾ അച്ഛൻ പറയുമ്പോൾ അത് ചൈൽഡ് ബിയർ അല്ല, അത് ബിയറാണ്, ചിൽഡ് ബിയറാണ്. അപ്പോൾ ഒരു കുട്ടിയായിരുന്നതുകൊണ്ടും എൻ്റെ മനസ്സിൽ ആ പിടിവാശി കാരണം ഞാൻ ഒരിക്കലും അതിന് സമ്മതിച്ചു കൊടുത്തിരുന്നില്ല. ഞാൻ അച്ഛൻ പറയുന്ന കള്ളത്തരമാണ്, അച്ഛൻ എനിക്ക് മേടിച്ചു തരാതിരിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാണ്, അത് ചൈൽഡ് ബിയർ തന്നെയാണ്, കുട്ടികൾ കുടിക്കേണ്ട ചൈൽഡ് ബിയർ തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ എന്നും അച്ഛൻ്റെ അടുത്ത് വാശി പിടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ വാശിയും നിർബന്ധവും സഹിക്കാൻ മേലാതെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ശരി വാ എന്നും പറഞ്ഞ് എന്നെ ആ ബാറിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ഒരു ബിയർ മേടിച്ചിട്ട് അതിൻ്റെ അടപ്പിൽ, ആ കുഞ്ഞടപ്പിൽ ഒരല്പം ഒഴിച്ച് എനിക്ക് തന്നു. ചൈൽഡ് ബിയർ ആണല്ലോ, ഞാൻ വളരെ ആകാംക്ഷയോടെ അതെടുത്ത് കുടിക്കുകയും ചെയ്തു. കുടിച്ച് തൊണ്ടയിൽ നിന്നും താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല, ഇത് അച്ഛൻ പറഞ്ഞത് തന്നെയായിരുന്നു ശരി, ഇത് ബിയർ തന്നെയാണ്, ഇത് നമുക്കുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. മദ്യപാനം തീരെ ഇല്ലായിരുന്ന എൻ്റെ അച്ഛനെ ഞാൻ മദ്യപിച്ച് അങ്ങനെ അധികം കണ്ടിട്ടില്ല. തീരെ മദ്യപിക്കാത്ത എൻ്റെ അച്ഛൻ എനിക്കൊന്ന് മേടിച്ചത് കൊണ്ടാവാം, അത് കളയണ്ടല്ലോ അല്ലെങ്കിൽ അത് വെറുതെ പൈസ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല, അച്ഛൻ അന്ന് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ ബിയർ കുടിച്ച് തീർക്കുകയും ആ കുടിച്ച് എനിക്കൊന്ന് മദ്യപാനി അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരൊറ്റ ബിയർ മതിയായിരുന്നു അച്ഛന്. അത്യാവശ്യം ഒന്ന് എന്താ പറയുക, ഒന്ന് ലഹരി അല്ലെങ്കിൽ ഒരു കിക്ക് കിട്ടാൻ അച്ഛനത് മതിയായിരുന്നു. അച്ഛൻ അങ്ങനെ ബിയറും കുടിച്ച് എൻ്റെ കൈയും പിടിച്ച് ബാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് അച്ഛൻ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അതല്ല നന്ദുവേ, ഇതിപ്പോൾ മനസ്സിലായല്ലോ നിനക്ക്, അതങ്ങനെയാണ്, ചില കാര്യങ്ങൾ അടുത്തറിയുമ്പോഴേ അതിൻ്റെ കയ്പ് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി അച്ഛൻ എന്നെയും കൊണ്ട് ബാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ, നല്ലൊരു പ്രായമുള്ളൊരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ നോക്കി ഒരു ചിരി ഇരിച്ചിട്ട് ശരി പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുന്നു. അദ്ദേഹവും തിരിച്ച് ആ ശരി എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംശയം തോന്നി, അതായത് ഒരിക്കലും മദ്യപിക്കാത്ത അച്ഛൻ, ഒരിക്കലും ബാറുകളിലോട്ട് വരാത്ത അച്ഛൻ എന്തിനായിരിക്കും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞതും എന്തിനായിരിക്കും ചിരിച്ചതെന്നും എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയം എനിക്ക് വന്നു. ഞാൻ പുറത്തിറങ്ങി, അച്ഛൻ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ ബിയറിൻ്റെ ഒരു ബലത്തിൽ അച്ഛൻ ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ പാടി എൻ്റെ കൈ പിടിച്ച് പപ്പനാവൻ്റെ ചുറ്റുമുള്ള ചെറിയ കാറ്റൊക്കെ കൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്തിനാണ് അച്ഛൻ സെക്യൂരിറ്റിയോട്, അല്ലെങ്കിൽ അച്ഛൻ എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ടോ, അച്ഛൻ എങ്ങനെ ഈ സെക്യൂരിറ്റി അറിയാം, എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഒരു ചെറിയ ചിരി ഇരിച്ചിട്ട് പറഞ്ഞു, എടാ ഒരു ചിരിയല്ലേ, അതിൽ വേറെ നഷ്ടമൊന്നും വരാനില്ലല്ലോ, അദ്ദേഹത്തിന് എനിക്ക് അറിയത്തില്ല എന്ന് അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴും എൻ്റെ മനസ്സിലെ സംശയം തീരുന്നില്ല. ഞാൻ അപ്പം ചോദിച്ചു, പിന്നെ എന്തിനാണ് അച്ഛൻ ചിരിച്ചിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞത് എന്ന് ഞാൻ വീണ്ടും ഇങ്ങനെ അച്ഛനടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം, ആ കഥ കേട്ട് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചിരിച്ചതെന്ന്. ശരി എന്നായി ഞാനും ആ കപ്പലിനെയും കുറിച്ച് അച്ഛൻ്റെ കഥയും കേട്ട് നടക്കാമല്ലോ എന്നുള്ളൊരു സുഖത്തിൽ ഞാനും പറഞ്ഞു, ശരി അച്ഛൻ പറയും, കഥ പറയും, ഞാൻ കേൾക്കട്ടെ. അച്ഛൻ പറഞ്ഞ കഥയാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഈ കഥ നടക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഒരുപാട് തൊഴിലാളികളുള്ളൊരു ഫാക്ടറി, ഏകദേശം 10,000-ഓളം തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഒരു ഫാക്ടറി. ഈ ഫാക്ടറിയുടെ ചുറ്റുമുള്ള ഗ്രാമത്തിൽ നിന്നുമുള്ള ആൾക്കാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വീട്ടിൽ നിന്ന് സ്ഥിരമായി പണിക്ക് പോകുന്ന ഒരാൾ, ആ വീട്ടിലെ കുടുംബസ്ഥൻ അല്ലെങ്കിൽ ഗൃഹനാഥൻ, അദ്ദേഹം എല്ലാ ദിവസവും ഈ ഫാക്ടറിയിൽ പണിയെടുക്കാൻ പോകുന്നു. പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മകളെയും, 2 മക്കളാണ്, 2 മക്കളെയും ഭാര്യയും പൊന്നുപോലെ നോക്കി വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ കുടുംബം. എല്ലാ ദിവസവും രാവിലെ ഫാക്ടറിയിലേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ പൊതിച്ചോറ് അല്ലെങ്കിൽ ചോറ് കെട്ടിക്കൊടുത്തു വിടുന്നു. വളരെ സന്തോഷത്തോടെ അത് മേടിച്ച് ജോലിക്ക് പോയി വളരെ സന്തോഷത്തോടെ തിരിച്ചു വരുന്ന അദ്ദേഹം ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. സമയം 6 7 8 9 ഇദ്ദേഹത്തിനെ കാണാത്തത് കൊണ്ട് ഭയങ്കരമായി പരിഭ്രാന്തരായ മക്കളും ഭാര്യയും ഇദ്ദേഹത്തിനെ തേടിയിറങ്ങി. ഇദ്ദേഹം വരുന്ന വഴിയിൽ കയറാൻ സാധ്യതയുള്ള വീടുകളിലും കടകളിലും കൂട്ടുകാരുടെ അടുത്തും എല്ലാം ഇവർ പോയി അന്വേഷിച്ചു. പക്ഷേ ആരും ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അങ്ങനെ ഒടുവിൽ ഇവർ ചെന്നെത്തിയത് ഫാക്ടറിയിലാണ്. അത്രയും പേര് ജോലി ചെയ്യുന്ന ആ ഫാക്ടറിയിൽ പരസ്പരം എല്ലാവർക്കും അറിയണമെന്ന് പോലുമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10,000-ഓളം തൊഴിലാളികളുള്ള ഒരു ഫാക്ടറിയാണല്ലോ. അങ്ങനെ ഇവർ അവിടെ എത്തുന്നു. ചെല്ലുമ്പോഴത്തേക്കും ആ ഫാക്ടറിയുടെ മുന്നിലൊരു സെക്യൂരിറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി അടുത്ത് പോയിട്ട് ഇവർ ചോദിക്കുകയുണ്ടായി, എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടായിരുന്നോ, എൻ്റെ ഭർത്താവ് തിരിച്ച് ജോലി കഴിഞ്ഞ് വന്നില്ല എന്ന് സെക്യൂരിറ്റി അടുത്ത് പറയുകയാണ്. അപ്പോൾ പേരൊന്നും പറഞ്ഞപ്പോൾ സെക്യൂരിറ്റിക്ക് വലിയ ഐഡിയ ഇല്ല. സെക്യൂരിറ്റി ചോദിച്ചു, ഫോട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല 10,000 പേരെ നിങ്ങൾ ഡെയിലി കാണുന്നില്ല, പക്ഷേ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഞങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞ് ഈ ഭാര്യ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഫോട്ടോ എടുത്ത് സെക്യൂരിറ്റിയെ കാണിക്കുന്നു. ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ സെക്യൂരിറ്റി ഇത് കണ്ടിട്ട് പറയുകയാണ്, ഇദ്ദേഹം രാവിലെ വന്നിരുന്നു, പക്ഷേ ഇദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ് എന്ന് സെക്യൂരിറ്റി ഭാര്യയോട് പറയുകയാണ്. ഒട്ടും മടിച്ചു നിൽക്കാതെ സെക്യൂരിറ്റിയും ഭാര്യയും 2 മക്കളും കൂടെ നേരെ ഫാക്ടറിക്ക് അകത്തോട്ട് കയറുന്നു. ഇദ്ദേഹം ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി നോക്കുമ്പോഴത്തേക്കും ഒരു വലിയ മെഷീൻ്റെ ബാക്കിലായി ഇദ്ദേഹം വീണ് കിടപ്പുണ്ട്. നോക്കുമ്പോൾ ആ മെഷീൻ്റെ ബെൽറ്റ് പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണാനും സാധിക്കുന്നു. അപ്പോൾ സംഭവിച്ചത് വേറൊന്നുമല്ല, ബെൽറ്റ് പൊട്ടിയിട്ടുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ തലയിലോ ദേഹത്തോ വല്ലതും ഒന്ന് അടിച്ചിട്ടുണ്ടാവും, ഇദ്ദേഹം ബോധരഹിതനായി അവിടെ കിടന്നതായിരിക്കും. അപ്പോൾ തന്നെ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹം സുഖം പ്രാപിക്കുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോഴും ഈ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ മനസ്സിൽ വന്ന സംശയം ഇതായിരുന്നു, എങ്ങനെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഉടനെ ഇത്രയും പേര് ജോലി ചെയ്യുന്ന സ്ഥലത്ത്
എൻ്റെ ഭർത്താവിനെ ആ സെക്യൂരിറ്റി മനസ്സിലാക്കി എന്നുള്ളതാണ് ഇവർക്ക് വന്ന സംശയം. ഇവർ തിരികെ ആ സെക്യൂരിറ്റിയുടെ അടുത്ത് ചെല്ലുകയും എങ്ങനെയാണ് താങ്കൾ എൻ്റെ ഭർത്താവിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്, എങ്ങനെയാണ് മനസ്സിലാക്കിയത് എൻ്റെ ഭർത്താവിനെ? അപ്പം ഇദ്ദേഹം ചിരിച്ചുകൊണ്ടൊരു കാര്യം പറയേണ്ടായി. ഇവിടെ ഏകദേശം 5000-ഓളം ജോലിക്കാരുണ്ട്. അവരെല്ലാവരും ജോലി കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് പോകാനുള്ള ധൃതിയിൽ അവർ പരസ്പരം പോലും സംസാരിക്കാതെ ധൃതി പിടിച്ചു വീടുകളിലേക്ക് പോകും. പക്ഷേ എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഇദ്ദേഹം മാത്രം, ഞാൻ പറയുന്ന നമ്മുടെ ഭാര്യയുടെ ഭർത്താവ്, അദ്ദേഹം മാത്രം എല്ലാ ദിവസവും ഇറങ്ങാൻ നേരത്ത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുകയും പോയിട്ട് വരാം എന്നിങ്ങനെ കൈ കാണിക്കുകയും ചെയ്യും. ഇവർ തമ്മിൽ പരസ്പരം അറിയുകയോ ഇവർ തമ്മിൽ പേരുകൾ പോലും സംസാരിച്ചിട്ടില്ല. പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹം ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിയെ നോക്കി ഒന്ന് ചിരിക്കുകയും ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പായിരുന്നു. ഇന്ന് വൈകുന്നേരം പോയ തൊഴിലാളികളിൽ നിന്നും ഇദ്ദേഹത്തിന് സ്ഥിരം ലഭിക്കാറുള്ള ആ ചിരിയും ആ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ വാക്കും അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരൊറ്റ ഫോട്ടോ കണ്ടതും അദ്ദേഹം ഇന്ന് പോയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത് എന്ന് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സെക്യൂരിറ്റി ഈ വീട്ടമ്മയോടും മക്കളോടും പറയുകയുണ്ടായി. ഇവർക്കും ഭയങ്കര സന്തോഷമായി. ഇതാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന കഥ. എന്നിട്ട് അച്ഛൻ പറഞ്ഞതാണ്, നന്ദുവേ, ജീവിതത്തിലൊരു ചിരി, ചെറിയൊരു ചിരി, അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അയാൾ തിരിച്ചു ചിരിക്കുന്നോ ഇല്ലയോ എന്നല്ല, നീ ഒരു ചിരി ചിരിക്കുക. ആ ചിരിക്ക് എന്നെങ്കിലും വലിയൊരു വില ജീവിതത്തിൽ നിനക്ക് ഉണ്ടാക്കിത്തരും. ആ ചിരി നിനക്ക് ഉണ്ടാക്കിത്തരും എന്ന് നീ വിശ്വസിച്ചാൽ മതി. ഒരു ചെറിയ ചിരി. നമ്മളെല്ലാവരും ഇപ്പോഴും പരസ്പരം ചിരിക്കാൻ മറന്നു പോകുന്നവരാണ്. ഫോണുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും മാത്രം ഹായും ബായും പറയുന്ന നമ്മൾ ഇന്നും ചിരിക്കാൻ മറന്നു പോകുന്നുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായുള്ള കാര്യം, എൻ്റെ ഭാര്യ, എൻ്റെ ചിന്നു ആരെ കണ്ടാലും ചിരിക്കും. അതിൽ പലരും തിരിച്ച് ചിരിക്കാറില്ലെങ്കിൽ പോലും ഇദ്ദേഹം വലിയ സന്തോഷത്തിൽ എല്ലാവരും നോക്കി ചിരിക്കുന്നതാണ്. അതെൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന കഥ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത കഥകൾ കൊണ്ടോ അല്ല. അത് ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെടാനൊന്നുമില്ല. ഒരു ചിരിയല്ലേ നന്ദുവേ, അവർ ചിരിക്കുന്ന ചിരിക്കട്ടെ എന്ന് ഇപ്പോഴും എൻ്റെ ഭാര്യ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞു തന്ന ആ കഥയ്ക്ക് ശേഷം ഞാനും കഴിവതും എല്ലാവരും മുഖത്ത് നോക്കി ചിരിക്കാറുണ്ട്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ എന്തായാലും ഒന്ന് ചിരിക്കുകയും ഒന്ന് സംസാരിക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ഒരു മടിയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്, ഒന്ന് ചിരിക്കുക. ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനായിട്ടൊരു ചിരിയിൽ നിന്നൊന്നുമില്ല. വലിയ സമയവും വേണ്ട. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു ചിരി, നിറഞ്ഞ ഒരു പുഞ്ചിരി. അപ്പം നിങ്ങളും ചിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഥയും കേട്ട് കഴിഞ്ഞ് അച്ഛൻ്റെ കൈയും പിടിച്ച് മുഖത്തൊരു ചെറിയ പുഞ്ചിരിയുമായി ഞാൻ വീട്ടിൽ ചെന്നു. വൈകി വന്നതിൻ്റെ പേരിൽ അമ്മയുടെ വഴക്ക് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ മദ്യപിച്ചിരുന്നു എന്ന് പറഞ്ഞ അമ്മയുടെ വഴക്ക് അച്ഛന് വേറെ. അപ്പോഴും അച്ഛൻ എന്നെ നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാരണമാണ് ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ അന്ന് ഞാൻ ആ ചെറിയ പുഞ്ചിരിയോടുകൂടി അന്ന് ഈ കഥ കേട്ട് ആസ്വദിച്ചു. ആ അച്ഛൻ പറഞ്ഞു തന്ന ആ കഥ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കി. ആ ഒരു പുഞ്ചിരിയിലൂടെ എനിക്ക് ഒരുപാട് ബന്ധങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ കഥ കേട്ട് കഴിഞ്ഞതിന് ശേഷം വർഷങ്ങൾക്കിപ്പുറം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു സിനിമ റിലീസായപ്പോൾ ആ സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ചിരിച്ചായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞു തന്ന ആ കഥ തന്നെയായിരുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ്. അതേതാണ് സിനിമ എന്ന് നിങ്ങൾ ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായവർ താഴെ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം അത് തന്നെയാണോ ആ സിനിമ എന്ന്. അപ്പോൾ അടുത്ത പറഞ്ഞു കേട്ട കഥയുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.